നിരവധി തീക്ഷ്ണമായ സമരങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ പോരാട്ടങ്ങളിലൂടെ കനൽ വഴികളിലൂടെ നടന്നു തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അരുൺ ബാബു ഇപ്പോൾ ജനപ്രതിനിധിയായി ജനങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. എളുപ്പമല്ല കാര്യങ്ങൾ. എളുപ്പം തന്നെയാണ്. നമ്മൾ ജനങ്ങളോടൊപ്പമാണ് ഇന്ന് വരെ സഞ്ചരിച്ചിട്ടുള്ളത്. ആ അനുഭവ സമ്പത്തുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാം എളുപ്പമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും അത് നിലനിർത്താൻ കൂടുതൽ ശോഭയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ പഞ്ചായത്തും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ ക്ഷേമത്തിലൂന്നി നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയൊക്കെല്ലാം ഒരു തുടർച്ചയ്ക്കായി കൊല്ലത്തിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും സംരക്ഷിച്ച് നിലനിർത്തി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഉത്തരവാദിത്വം അത് വളരെ കാര്യപ്രാപ്തിയോടുകൂടി ഉപയോഗിക്കാൻ കഴിയുമെന്ന ഈ പ്രതീക്ഷയോടുകൂടി. ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ധനകാര്യ ചുമതല കൂടി വരും. സ്വാഭാവികമായിട്ടും യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ആ യുവജനങ്ങൾക്കുള്ള ഒരു ബജറ്റ് പ്രതീക്ഷിക്കാമോ? ഇപ്പോഴേ ചോദിക്കുന്നതുകൊണ്ട് കാര്യമല്ല, എന്നാലും മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും ഒരു യുവജന സൗഹൃദമായ ബഡ്ജറ്റ് എന്ന നിലയിൽ തന്നെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി കളിയിടങ്ങളും അതുപോലെ തന്നെ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ, യുവജന സൗഹൃദമായ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് യുവജന സൗഹൃദമായ, അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദമായ, വയോജന സൗഹൃദമായ, കുട്ടികൾക്ക് അവരെ ചേർത്ത് നിർത്തുന്നതിനും അവരുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നതിനും എല്ലാം കഴിയുന്ന നിലയിലേക്കുള്ള സൗകര്യങ്ങൾ, അതുപോലെ യുവജനങ്ങൾക്ക് അവരുടെ കളിയിടങ്ങൾ ഒരുക്കാൻ, അവരുടെ വിനോദങ്ങൾ, പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഉള്ള നിരവധി പദ്ധതികൾ, അത് പ്രായമായ ആളുകളെയും യുവജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുക. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുക. അപ്പോൾ ആ നിലയിലേക്കുള്ള പദ്ധതികൾ, ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ലൈബ്രറികൾ, ആ ലൈബ്രറികൾ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുക. ഇപ്പോൾ ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആശയങ്ങൾ, ഇപ്പോൾ വയോജന സൗഹൃദമായ, സ്ത്രീ സൗഹൃദമായ, അവരുടെ മാനസിക ഉല്ലാസത്തെ ശക്തിപ്പെടുത്തുന്നത്, അങ്ങനെ നിലയിലുള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത. എന്തായാലും ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കാലഘട്ടമാണെങ്കിലും വരാനുള്ളതാണെങ്കിലും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം, അതുപോലെ നിരവധി പ്രശ്നങ്ങളാണ് കൺമുമ്പിൽ കിടക്കുന്നത്. ബജറ്റിൻ്റെ വിഷയങ്ങൾ, കേന്ദ്രം സംസ്ഥാനത്തിന് പണം നൽകുന്നില്ല. സ്വാഭാവികമായും താഴെത്തട്ടിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം ഉൾപ്പെടെയുള്ള അങ്ങനെ പല കാര്യങ്ങളെയൊക്കെ അതെല്ലാം തരണം ചെയ്യേണ്ടുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള റോളിലാണ് ഇപ്പോൾ നമ്മുടെ SR അരുൺ ബാബു വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.